ഹായ് ഓൾ, വെൽക്കം ടു CIT സമഗ്ര. ഇന്നത്തെ ടോപ്പിക്ക് കലാ, സാഹിത്യം, സംസ്കാരം. ഡിഗ്രി പ്രിലിമിനറി എക്സാമിൻ്റെ 10 മാർക്കിൻ്റെ ടോപ്പിക്കാണ് കലാ, സാഹിത്യം, സംസ്കാരം. പിന്നെ 10th ലെവൽ എക്സാമിനാണെങ്കിലും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് PYQ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, PYQ മാത്രം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഡീറ്റെയിൽഡ് ക്ലാസ് പിന്നീട് എടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പൊട്ടാറ്റോ ഈറ്റേഴ്സ് ഓർ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന ചിത്രം വരച്ചത് ആരാ? പൊട്ടാറ്റോ ഈറ്റേഴ്സ് അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന ചിത്രം വരച്ചതാരാണ്? വിൻസെന്റ് വാൻഗോഗ്. വിൻസെന്റ് വാൻഗോഗിന്റെ ചിത്രമാണ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന ചിത്രം വരച്ചത് വിൻസെന്റ് വാൻഗോഗ് ആണ്. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിന്റെ പേരെന്താ? കഥകളിയിലെ ആദ്യത്തെ ചടങ്ങാണ് കേളികൊട്ട്. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങ് എന്താണ്? കേളികൊട്ടാണ്. ആട്ടപ്രകാരം എന്ന ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ആട്ടപ്രകാരം എന്ന ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവന. ഓപ്ഷൻസ് വായിക്കാം. ചാക്യാർകൂത്തിന്റെ സാഹിത്യരൂപം. ചാക്യാർകൂത്തിന്റെ സാഹിത്യരൂപം കൂടിയാട്ടം ആടുന്ന സമ്പ്രദായത്തെപ്പറ്റി വിവരിക്കുന്ന ഗ്രന്ഥം. ഇതിലേതാ കറക്റ്റ് ആയിട്ട് വരുന്നത്? ആട്ടപ്രകാരം എന്നത് കൂടിയാട്ടം ആടുന്ന സമ്പ്രദായത്തെപ്പറ്റി വിവരിക്കുന്ന ഗ്രന്ഥമാണ് ആട്ടപ്രകാരം. ആട്ടപ്രകാരം റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതിനുമായി ബന്ധപ്പെട്ടാണ്? കൂടിയാട്ടം ആടുന്ന സമ്പ്രദായത്തെപ്പറ്റി വിവരിക്കുന്ന ഗ്രന്ഥമാണ് ആട്ടപ്രകാരം. രാജാ രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തത് ഏതാണെന്ന്? രാജാ രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തത്. ഓപ്ഷൻസ് വായിക്കാം. വീണമീട്ടുന്ന സ്ത്രീ, ഹംസവും ദമയന്തിയും, ഉമയുടെ തപസ്യ, വിശ്വാമിത്രനും മേനകയും. ഇതിലേതാ വരുന്നത്? ഉമയുടെ തപസ്യ അല്ലാത്ത ബാക്കിയെല്ലാം രാജാ രവിവർമ്മയുടെ കൃതികളാണ്. വീണമിട്ടുന്ന സ്ത്രീ കൃതിയല്ല, സൃഷ്ടി കേട്ടോ. വീണമിട്ടുന്ന സ്ത്രീ, ഹംസവും ദമയന്തിയും, വിശ്വാമിത്രനും മേനകയും. വീണമിട്ടുന്ന സ്ത്രീ, ഹംസവും ദമയന്തിയും, വിശ്വാമിത്രനും മേനകയും. ഇതൊക്കെ ആരുടെ? രാജാ രവിവർമ്മയുടെ സൃഷ്ടിയാണ്. ഉമയുടെ തപസ്യ എന്നത് ആരുടെയാണ്? ഉമയുടെ തപസ്യ എന്ന സൃഷ്ടി ആരുടെയാണ്? അത് വള്ളത്തോൾ നാരായണ മേനോന്റെയാണ് ഉമയുടെ തപസ്യ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ലാസ്റ്റ് ജഡ്ജ്മെന്റ്, അന്ത്യവിധി എന്ന കലാസൃഷ്ടി ആരുടേതാണ്? ദി ലാസ്റ്റ് ജഡ്ജ്മെന്റ് ഓർ അന്ത്യവിധി എന്ന കലാസൃഷ്ടി ആരുടേതാണ്? മൈക്കൽ ഏഞ്ചലോ. മൈക്കൽ ഏഞ്ചലോയുടേതാണ് ദി ലാസ്റ്റ് ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ അന്ത്യവിധി എന്ന കലാസൃഷ്ടി ആരുടേതാണ്? മൈക്കൽ ഏഞ്ചലോന്റെയാണ് ദി ലാസ്റ്റ് ജഡ്ജ്മെന്റ്. ഞാൻ ഒരു കോഡ് പറയാം. ലാസ്റ്റ് ജഡ്ജ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് ഏഞ്ചൽസ് വരുന്നത് കണക്ട് ചെയ്താൽ മതി കേട്ടോ. ദി ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന കലാസൃഷ്ടി ആരുടേതാണ്? മൈക്കൽ ആഞ്ചലോന്റെയാണ്. ഇനി 80 വർഷങ്ങൾക്ക് മുൻപ് ഗുരു ഗോപിനാഥ് രൂപപ്പെടുത്തിയ കേരളത്തിലെ ഒരു പ്രകടന കലയാണ് ഡാഷ്. 80 വർഷങ്ങൾക്ക് മുൻപ് ഗുരു ഗോപിനാഥ് രൂപപ്പെടുത്തിയ കേരളത്തിലെ ഒരു പ്രകടന കല ഏതാണ്? കേരള നടനം. കേരള നടനമാണ് 80 വർഷങ്ങൾക്ക് മുൻപ് ഗുരു ഗോപിനാഥ് രൂപപ്പെടുത്തിയ കേരളത്തിലെ പ്രകടന കല ഏതാണ്? കേരള നടനം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം ഏതാ? കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപമാണ് കഥകളി. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപമാണ് കഥകളി. വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെയാണ്? വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് KM വാസുദേവൻ നമ്പൂതിരിയാണ്. KM വാസുദേവൻ നമ്പൂതിരിയാണ് വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് KM വാസുദേവൻ നമ്പൂതിരിയാണ്. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏതാ? ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏതാണ്? അത് ഭരതനാട്യമാണ്. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപമാണ് ഭരതനാട്യം. ചലിക്കുന്ന കാവ്യം ഏതാണ്? അത് ഭരതനാട്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ്, താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഏതാണ് ശരിയല്ലാത്ത ജോഡിന്ന്? ഓപ്ഷൻസ് വായിക്കാം. ഗദ്ദിക വയനാട്, അർജുന നൃത്തം കോട്ടയം, കന്യാർകളി പാലക്കാട്, മാർഗംകളി തിരുവനന്തപുരം. ഏതാണ് ഇതിൽ തെറ്റായിട്ടുള്ളത്? മാർഗംകളി കേട്ടോ. മാർഗംകളി കോട്ടയം ജില്ലയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് മാർഗംകളി. അപ്പോൾ ഗദ്ദിക വയനാട് ജില്ല. ഗദ്ദിക എവിടെയാണ്? ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലുള്ള നൃത്തരൂപമാണ് ഗദ്ദിക. അർജുന നൃത്തം കോട്ടയം ജില്ലയാണ് അർജുന നൃത്തം. കന്യാർകളി ആണെങ്കിൽ പാലക്കാട്. മാർഗംകളി തിരുവനന്തപുരം അല്ല, കോട്ടയം ആ ഭാഗവുമായി ബന്ധപ്പെട്ടാണ് മാർഗംകളി. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തോന്നില്ല, നമുക്കൊരു പാരഗ്രാഫായി തോന്നുന്നു. ഞാൻ ജസ്റ്റ് വായിച്ചുതരാം. ഒരു തെയ്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കഥയാണ് അത്. ഒരു എന്താ പറയുക, കഥയല്ല, ഒരു വിശ്വാസമാണ്. അത് വായിക്കുക. ഒരു കാലത്ത് ജാതി വ്യവസ്ഥയുടെ കർക്കശമായ നിയമങ്ങളിൽ നിന്ന് സ്വയം ഒതുങ്ങിക്കഴിയുന്ന ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. അവൾ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്ന കാലത്ത് ഒരു തൊട്ടുകൂടാത്തവൻ ഉപയോഗിച്ചിരുന്ന തോട്ടണ്ടി ഇലയുടെ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ച് ജാതി നിയമം ലംഘിച്ചു. ഈ സംഭവത്തിൽ അലോസരപ്പെട്ട് കുടുംബനാഥൻ അവളെ കൊന്നു. കൊല്ലപ്പെട്ട സ്ത്രീ ഒരു ദേവതയായിട്ട് ഉയർന്നു വന്നിരിക്കണം എന്ന നിഗമനത്തിൽ ഗ്രാമവാസികൾ എത്തി. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിലാണ് അവളുടെ തെയ്യങ്ങൾ അരങ്ങേറുന്നത്. മുകളിലെ വിവരണം താഴെ പറയുന്നവരെ കേരളത്തിലെ ഏത് തെയ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഏത് തെയ്യവുമായിട്ട് ബന്ധപ്പെട്ടതാ? അത് മണക്കോട്ടമ്മയുടെ തെയ്യവുമായി ബന്ധപ്പെട്ടതാണ് ഈ കഥ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുനെസ്കോ അംഗീകരിച്ച പൈതൃക കലാരൂപങ്ങളിൽ ഉൾപ്പെടാത്ത കലാരൂപം ഏതാണ്? യുനെസ്കോ അംഗീകരിച്ച പൈതൃക കലാരൂപങ്ങളിൽ ഉൾപ്പെടാത്ത കലാരൂപം ഏതാണ്? ഓപ്ഷൻസ് വായിക്കാം. കൂടിയാട്ടം, മുടിയേറ്റ്, പുലിക്കളി, കൽബല്ലിയ. ഏതാണ്? കൂടിയാട്ടം, മുടിയേറ്റ്, പുലിക്കളി, കൽബല്ലിയ. ഏതായിരുന്നത്? പുലിക്കളി കേട്ടോ.
പുലിക്കളിയാണ് യുനെസ്കോ അംഗീകരിച്ച പൈതൃക കലാരൂപങ്ങളിൽ ഉൾപ്പെടാത്തത്. ഇപ്പോൾ കൂടിയാട്ടം ഉൾപ്പെട്ടിട്ടുണ്ട്, മൂടിയേറ്റുണ്ട്, കൽവല്ലിയ. കൂടിയാട്ടം, മൂടിയേറ്റ്, കൽവല്ലിയ ഒക്കെ യുനെസ്കോ അംഗീകരിച്ച പൈതൃക കലാരൂപങ്ങളിൽ ഉൾപ്പെട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുച്ചിപ്പുടി എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? കുച്ചിപ്പുടി എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? ഏത് സ്റ്റേറ്റിൽ നിന്നാണ്? ഓപ്ഷൻസ് വായിക്കണ്ടല്ലോ. ആന്ധ്രാപ്രദേശ്. ആൻസർ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് കുച്ചിപ്പുടി ഉത്ഭവിച്ചിട്ടുള്ള. എവിടെ നിന്നാണ്? ആന്ധ്രാപ്രദേശിൽ നിന്നാണ് കുച്ചിപ്പുടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻസ് വായിക്കാം. കേരളത്തിന്റെ തനത് നൃത്തരൂപമാണ് ഭരതനാട്യം. കർണാടകയുടെ തനത് സംഗീത ശാഖയാണ് സോപാന സംഗീതം. മൂന്നാമത്തെ ഓപ്ഷനാണ്, ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയവ അജന്ത, എല്ലോറ ഗുഹകൾ, താജ്മഹൽ എന്നിവയാണ്. ചരിത്രത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ലാസ്റ്റ് രണ്ട് ഓപ്ഷൻസ് ആണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ അജന്ത, എല്ലോറ ഗുഹകൾ. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത് ഏതൊക്കെയാണ്? അജന്ത, എല്ലോറ ഗുഹകൾ, താജ്മഹൽ എന്നിവയാണ്. ചരിത്രത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ. ആ രണ്ട് ഓപ്ഷൻസ് ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് രണ്ട് ഓപ്ഷൻസ്, കേരളത്തിന്റെ തനത് നൃത്തരൂപം ഭരതനാട്യം ആണോ? തെറ്റാണത്. മോഹിനിയാട്ടം കേട്ടോ. കേരളത്തിന്റെ തനത് നൃത്തരൂപം ഏതാണ്? അത് മോഹിനിയാട്ടമാണ്. കർണാടകയുടെ തനത് സംഗീത ശാഖയാണ് സോപാന സംഗീതം ആണോ? തെറ്റാണ്. കേരളത്തിന്റെ തനത് സംഗീത ശാഖയാണ് സോപാന സംഗീതം. അപ്പോൾ കേരളത്തിന്റെ തനത് നൃത്തരൂപം ഏതാണ്? മോഹിനിയാട്ടമാണ്. സോപാന സംഗീതം എന്നത് കേരളത്തിന്റെ തനത് സംഗീത ശാഖയാണ് സോപാന സംഗീതം. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയവ ഏതൊക്കെയാണ്? അജന്ത, എല്ലോറ ഗുഹകളും താജ്മഹൽ എന്നിവയാണ്. ചരിത്രത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് എന്താണ്? അത് സ്മാരകങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അസമിലെ ഒരു പരമ്പരാഗത നൃത്ത നാടകത്തിന്റെ പേരെന്താണെന്ന്? അസമിലെ ഒരു പരമ്പരാഗത നൃത്ത നാടകത്തിന്റെ പേരെന്താണെന്ന്? ഓപ്ഷൻസ് വായിക്കാം. കഥക്, സത്രിയ, ഒഡീസി, ചൗ. ഇതിൽ ഏതാ വരുന്നത്? അസമിലെ ഒരു പരമ്പരാഗത നൃത്ത നാടകത്തിന്റെ പേരാണ് സത്രിയ. അസമിലെ ഒരു പരമ്പരാഗത നൃത്ത നാടകത്തിന്റെ പേരെന്താണ്? സത്രിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറപ്പുകൈ, വട്ടേൻ തിരിപ്പ്, പിള്ളതാങ്ങി എന്നീ പദങ്ങൾ താഴെ പറയുന്ന കലകളിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അറപ്പുകൈ, വട്ടേൻ തിരിപ്പ്, പിള്ളതാങ്ങി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻസ് വേണ്ടല്ലേ, ഡയറക്റ്റ് ആൻസർ പറയാം. കളരിപ്പയറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കളരിപ്പയറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പദങ്ങളാണ് അറപ്പുകൈ, വട്ടേൻ തിരിപ്പ്, പിള്ളത്താങ്ങി എന്നൊക്കെ കളരിപ്പയറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാനവിക പൈതൃകം വിളിച്ചോതുന്ന കേരളത്തിലെ രണ്ടാമത്തെ കലാരൂപം ഏതാണെന്ന്? യുനെസ്കോയുടെ പൈതൃകയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാനവികത പൈതൃകം വിളിച്ചോതുന്ന കേരളത്തിലെ രണ്ടാമത്തെ കലാരൂപമാണ് മുടിയേറ്റ്. ഏതാണ് രണ്ടാമത്തെ കലാരൂപം? ഏതാണ്? മുടിയേറ്റ് കേട്ടോ. മുടിയേറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോഹിനിയാട്ടത്തെ കുറിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയെന്ന്? മോഹിനിയാട്ടത്തെ കുറിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയെന്ന്? ഓപ്ഷൻസ് വായിക്കാം. മോഹിനിയാട്ടം ലാസ്യയുടെ ശൈലിയാണ് പിന്തുടരുന്നത്. മോഹിനിയാട്ടം ലാസ്യയുടെ ശൈലിയാണ് പിന്തുടരുന്നത്. ആ ഓപ്ഷൻ ശരിയാണ്. മോഹിനിയാട്ടത്തെ കുറിച്ച് പരാമർശം വ്യവഹാരമാല എന്ന ഗ്രന്ഥത്തിൽ കാണാം. മോഹിനിയാട്ടത്തെ കുറിച്ചുള്ള പരാമർശം വ്യവഹാരമാല എന്ന ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും. അത് ആ ഓപ്ഷനും ശരിയാണ്. വടിവേലുവാണ് മോഹിനിയാട്ടത്തിലെ ചൊല്ലുകെട്ടിന്റെ ഘടന ചിട്ടപ്പെടുത്തിയത്. വടിവേലുവാണ് മോഹിനിയാട്ടത്തിലെ ചൊല്ലുകെട്ടിന്റെ ഘടന ചിട്ടപ്പെടുത്തിയത്. മോഹിനിയാട്ടത്തിന്റെ പുനരുജ്ജീവനത്തിനും ജനകീയവൽക്കരണത്തിനും ഒരു പ്രധാന വ്യക്തിയാണ് കനകർ അല്ലെ. മോഹിനിയാട്ടത്തിന്റെ പുനരുജ്ജീവനത്തിനും ജനകീയവൽക്കരണത്തിനും ഒരു പ്രധാന വ്യക്തിയാണ് കനകർ അല്ലെ. ഈ 4 ഓപ്ഷനും ശരിയാട്ടോ. മോഹിനിയാട്ടത്തെ കുറിച്ച് പറയുന്ന 4 ഓപ്ഷൻസും ശരിയാണ്. ഒന്നുകൂടി പറയാം. മോഹിനിയാട്ടം ലാസ്യയുടെ ശൈലിയാണ് പിന്തുടരുന്നത്. മോഹിനിയാട്ടത്തെക്കുറിച്ചുള്ള പരാമർശം വ്യവഹാരമാല എന്ന ഗ്രന്ഥത്തിൽ കാണാം. വടിവേലുവാണ് മോഹിനിയാട്ടത്തിലെ ചൊല്ലുകെട്ടിന് ഘടന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മോഹിനിയാട്ടത്തിന്റെ പുനരുജ്ജീവനത്തിനും ജനകീയവൽക്കരണത്തിനും ഒരു പ്രധാന വ്യക്തിയാണ് കനകർ അല്ലെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നീലംപേരൂർ പടയണി ആഘോഷിച്ചു വരുന്ന ജില്ല ഏതാണ്? നീലംപേരൂർ പടയണി ആഘോഷിച്ചു വരുന്ന ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ല കേട്ടോ. നീലംപേരൂർ പടയണി ആഘോഷിക്കുന്ന ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നതിലെ കഥകളിയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണെന്ന്? കഥകളിയുമായിട്ട് ബന്ധപ്പെടാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, മിനുക്ക്, പച്ച, കത്തി, കരി, താടി എന്നിവ കഥകളിയിലെ പ്രധാന വേഷങ്ങളാണ്. മിനുക്ക്, പച്ച, കത്തി, കരി, താടി എന്നിവ കഥകളിയിലെ പ്രധാന വേഷങ്ങളാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ്, ചെണ്ട, ശുദ്ധമദ്ദളം, ചേങ്കില, ഇലത്താളം എന്നീ വാദ്യങ്ങൾ കഥകളിയിൽ ഉപയോഗിക്കും. ചെണ്ട, ശുദ്ധമദ്ദളം, ചേങ്കില, ഇലത്താളം. ചെണ്ട, ശുദ്ധമദ്ദളം, ചേങ്കില, ഇലത്താളം എന്നീ വാദ്യങ്ങൾ കഥകളിയിൽ ഉപയോഗിക്കും.
ഇനി കഥകളിക്ക് അവലംബമായിട്ടുള്ള സാഹിത്യരൂപം ആട്ടക്കഥയാണ്. കഥകളിക്ക് അവലംബമായിട്ടുള്ള സാഹിത്യരൂപം ഏതാണ്? ആട്ടക്കഥയാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സംഭാഷണ പ്രധാനമായ സാഹിത്യരൂപമാണ് കഥകളി. സംഭാഷണ പ്രധാനമായ സാഹിത്യരൂപമാണ് കഥകളി. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സംഭാഷണ പ്രധാനമായ സാഹിത്യരൂപമല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കഥകളിക്ക് ആലംബമായിരിക്കുന്ന സാഹിത്യരൂപത്തിന്റെ പേരെന്താ? കഥകളിക്ക് ആലംബമായിരിക്കുന്ന സാഹിത്യരൂപത്തിന്റെ പേരാണ് ആട്ടക്കഥ. ഏതാണ്? കഥകളിക്ക് ആലംബമായിരിക്കുന്ന സാഹിത്യരൂപത്തിന്റെ പേരെന്താണ്? ആട്ടക്കഥ. താഴെ പറയുന്നവരിൽ ഏതൊക്കെയാണ് തുള്ളലുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? തുള്ളലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഏതൊക്കെ ശരിയാന്ന് നോക്കാം. കേരളത്തിലെ ഒരു ക്ലാസിക്കൽ സോളോ നൃത്തമാണ് തുള്ളല്. കേരളത്തിലെ ഒരു ക്ലാസിക്കൽ സോളോ നൃത്തമാണ് തുള്ളല്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അത് ഗദ്യപ്രകൃതിയാണ്. തെറ്റാണ്. ഗദ്യപ്രകൃതിയല്ല. ആക്ഷേപഹാസ്യ കലാരൂപത്തിന് പുരാണ വിഷയങ്ങളുണ്ട്. ആക്ഷേപഹാസ്യ കലാരൂപത്തിന് പുരാണ വിഷയങ്ങളുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. തുള്ളലിന് നിരവധി അനുബന്ധ രൂപങ്ങളുണ്ട്. അപ്പൊ എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് തുള്ളലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശരിയായിട്ടുള്ളത്? കേരളത്തിലെ ഒരു ക്ലാസിക്കൽ സോളോ നൃത്തമാണ് തുള്ളല്. കേരളത്തിലെ ക്ലാസിക്കൽ സോളോ നൃത്തമാണ് തുള്ളല്. ആക്ഷേപഹാസ്യ കലാരൂപത്തിന് പുരാണ വിഷയങ്ങളുണ്ട്. തുള്ളലിന് നിരവധി അനുബന്ധ രൂപങ്ങളുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത നാടകവേദിയുടെ പേരെന്താ? കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത നാടകവേദിയുടെ പേരെന്താണ്? ഓപ്ഷൻസ് വായിക്കാം. പ്രഹസന, രൂപക, കൂടിയാട്ടം, പാടകം. എന്താണ് ആൻസർ വരുന്നത്? കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത നാടകവേദിയുടെ പേരാണ് കൂടിയാട്ടം. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത നാടകവേദിയുടെ പേരെന്താണ്? കൂടിയാട്ടം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന രണ്ട് പട്ടികകളിലെ വിവരങ്ങളെ ചേരുംപടി ചേർക്കുക. അടിപൊളി ഓപ്ഷൻസ് ആണ്. ഫസ്റ്റ് തന്നെ പടയണി, നെക്സ്റ്റ് തെയ്യം, മൂന്നാമത് മുടിയേറ്റ്, നാലാമത്തത് കൂടിയാട്ടം. ഏതൊക്കെ? പടയണി, തെയ്യം, മുടിയേറ്റ്, കൂടിയാട്ടം. നെക്സ്റ്റ് കോളത്തിൽ കൊടുത്തിട്ടുള്ളതാണ് കാളിദാരിക പുരാവൃത്തം, സംസ്കൃത നാടകം, തപ്പ്, തോറ്റം പാട്ടുകൾ. ഇത് രണ്ടും ചേരുംപടി ചേർക്കാനാണ്. ഏതുമായി ബന്ധപ്പെട്ട നോക്കാം. നമുക്ക് ആൻസർ നോക്കാം. പടയണിയുമായി ബന്ധപ്പെട്ടതാണ്. പടയണിയുമായി ബന്ധപ്പെട്ടത് തപ്പാണ്. പടയണിയുമായി ബന്ധപ്പെട്ടുള്ളത് തപ്പ്. തെയ്യവുമായി ബന്ധപ്പെട്ടുള്ളതാണ് തോറ്റം പാട്ടുകൾ. തെയ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് തോറ്റം പാട്ടുകൾ. മുടിയേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതാണ്? മുടിയേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കാളിദാരിക പുരാവൃത്തം. മുടിയേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കൂടിയാട്ടവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഏതാ? കൂടിയാട്ടവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് സംസ്കൃത നാടകമാണ് കൂടിയാട്ടം. ഏതാണ്? സംസ്കൃത നാടകമാണ്. അപ്പൊ ഒന്നും കൂടി പറയാം. പടയണിയുമായി റിലേറ്റഡ് ആണ് തപ്പ്. പടയണി, തപ്പ്. തെയ്യം ഏതാണ്? തെയ്യവുമായി ബന്ധപ്പെട്ട തോറ്റം പാട്ടുകൾ. പടയണി, തപ്പ്, തെയ്യം, തോറ്റം പാട്ടുകൾ. മുടിയേറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കാളിദാരിക പുരാവൃത്തം. മുടിയേറ്റുമായി കണക്ട് ചെയ്തിട്ടുള്ളതാണ് കാളിദാരിക പുരാവൃത്തം. കൂടിയാട്ടം ആണെങ്കിൽ സംസ്കൃത നാടകം. സംസ്കൃത നാടകം. കിട്ടിയോ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. പടയണി, തപ്പ്, തെയ്യം, തോറ്റം പാട്ടുകൾ. മുടിയേറ്റ്, കാളിദാരിക പുരാവൃത്തം. കൂടിയാട്ടം ആണെങ്കിൽ സംസ്കൃത നാടകം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചെണ്ട എന്ന വാദ്യോപകരണത്തിൽ ചേരാത്ത പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. ചെണ്ട എന്ന വാദ്യോപകരണത്തിൽ ചേരാത്ത പ്രസ്താവന കേട്ടോ. ഓപ്ഷൻസ് വായിക്കാം. ഒരു തുകൽ വാദ്യമാണ് ചെണ്ട. നെക്സ്റ്റ് ആണ് പഞ്ചവാദ്യത്തിൽ പെടുന്നു. പഞ്ചാരി, പാണ്ടിമേളങ്ങളിലെ പ്രധാന വാദ്യോപകരണമാണ് ചെണ്ട. ഇതിലേതാണ്? ചേരാത്ത പ്രസ്താവന പഞ്ചവാദ്യത്തിൽ പെടുന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. ബാക്കിയൊക്കെ ശരിയാണ്. നോക്കാം. ചെണ്ട എന്ന വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഒരു തുകൽ വാദ്യമാണ് ചെണ്ട. പഞ്ചാരി, പാണ്ടിമേളങ്ങളിലെ പ്രധാന വാദ്യോപകരണമാണ് ചെണ്ട. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തപ്പ് പ്രധാന വാദ്യമായിട്ടുള്ള കലാരൂപം ഏതാ? കലാരൂപം ഏതാണെന്ന് നേരത്തെ പറഞ്ഞില്ല. മാച്ച് ദ ഫോളോയിങ്ങിൽ പടയണി കേട്ടോ. പടയണിയാണ് തപ്പ് പ്രധാന വാദ്യമായിട്ടുള്ള കലാരൂപമാണ് പടയണി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിന്റെ പൈതൃക കലാരൂപം അല്ലാത്തത് താഴെ കൊടുത്തിരിക്കുന്നവരിൽ നിന്ന് കണ്ടെത്തുക. കേരളത്തിന്റെ പൈതൃക കലാരൂപം അല്ലാത്തത് കണ്ടെത്താൻ കേട്ടോ. ഓപ്ഷൻസ് വായിക്കാം. കൂടിയാട്ടം, തെയ്യം, മോഹിനിയാട്ടം, ഭരതനാട്യം. ഏതാണ് ഇതിലെ? കേരളത്തിന്റെ പൈതൃക കലാരൂപം അല്ലാത്തത് ഭരതനാട്യം കേട്ടോ. ബാക്കിയെല്ലാം കേരളത്തിലാണ്. മോഹിനിയാട്ടം, കൂടിയാട്ടം, തെയ്യം ഒക്കെ കേരളവുമായി ബന്ധപ്പെട്ടുള്ള പൈതൃക കലാരൂപങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഭൈരവീകോലം ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പടയണിയുമായി ബന്ധപ്പെട്ടതാണ് ഭൈരവീകോലം. എന്നുള്ള ഏതുമായി ബന്ധപ്പെട്ടുള്ള? പടയണിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഭൈരവീകോലം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കർണാടക സംഗീതത്തിൽ രാത്രി ആലപിക്കുന്ന രാഗം ഏതാ? രാഗമാണ് നീലാംബരിയാണ്. കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആരംഭിക്കുന്ന രാഗമാണ് നീലാംബരി. ഓക്കെ, നെക്സ്റ്റ്. പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതാണ്? പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ് തപ്പും ചെണ്ടയുമാണ് പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങള്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏത് ജില്ല അറിയോ? യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ് ജില്ല. യക്ഷഗാനം എന്ന കലാരൂപം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ് ജില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് 1981 സ്ഥാപിതമായി. 1981 സ്ഥാപിതമായത്. ആ ഓപ്ഷൻ ശരിയാണോ തെറ്റാണോ? കറക്റ്റ് ആണ്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷം തന്നെ 1981. സെക്കൻഡ് ഓപ്ഷൻ ആണ് 1979 സ്ഥാപിതമായി. തെറ്റാണ്. 81 ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത്. ഇനിയും തേർഡ് ഓപ്ഷൻ ആണ് പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം പി നരേന്ദ്രനാഥിന്റെ കുഞ്ഞിക്കൂനനാണ്. ശരിയാണോ സ്റ്റേറ്റ്മെന്റ്? സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം പി നരേന്ദ്രനാഥിന്റെ കുഞ്ഞിക്കൂനനാണ്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം എന്താ? പി നരേന്ദ്രനാഥിന്റെ നമ്പൂരിയച്ഛനും മന്ത്രവും കേട്ടോ. അതാണ് കൃതിയുടെ പേരെന്താണ്? നമ്പൂരിയച്ഛനും മന്ത്രവും. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യത്തെ ബുക്കാണ് നമ്പൂരിയച്ഛനും മന്ത്രവും. അത് ആരുടെ ബുക്കാണ്? പി നരേന്ദ്രനാഥിന്റെ നമ്പൂരിയച്ഛനും മന്ത്രവുമാണ് ആദ്യത്തെ ബുക്ക്. ഇനി ഫോർത്ത് ഓപ്ഷൻ ആണ് കേരളത്തിലെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു. ശരിയാണ്. ആ ഓപ്ഷൻ ശരിയാണ്. കേരളത്തിലെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു. സ്ഥാപിതമായ ഡേറ്റ് ആണ് 1981. ആദ്യ ബുക്കാണ് നമ്പൂരിയച്ഛനും മന്ത്രവും പി നരേന്ദ്രനാഥിന്റെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച സംരംഭമാണ് മലയാളം മിഷൻ. ആൻസർ എന്താ വരുന്നത്? മലയാളം മിഷൻ. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച സംരംഭമാണ് മലയാളം മിഷൻ. ഓക്കെ, നെക്സ്റ്റ് ആണ്, കേരള ഫോക്ലോർ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന മുഖപത്രത്തിന്റെ പേരെന്താ? കേരള ഫോക്ലോർ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന മുഖപത്രത്തിന്റെ പേരാണ് പുലി. കേരള ഫോക്ലോർ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന മുഖപത്രത്തിന്റെ പേരെന്താണ്? പുലി കേട്ടോ. പുലിയാണ്. ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപത്തിന്റെ പേരെന്താ? ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപത്തിന്റെ പേരെന്താണ്? കേരള നടനം. ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപത്തിന്റെ പേരാണ് കേരള നടനം. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കണ്ണൂർ കേട്ടോ. ആൻസർ എവിടെയാണ്? കണ്ണൂരാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപക അധ്യക്ഷൻ ആരാണ്? കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപക അധ്യക്ഷനാണ് വള്ളത്തോൾ നാരായണ മേനോൻ. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപക അധ്യക്ഷനാണ് വള്ളത്തോൾ നാരായണ മേനോനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മുകളിൽ താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് കേട്ടോ? തെറ്റായിട്ട് പറയണേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് 1967 അമ്പലപ്പുഴയിലെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥാപിതമായി. 1967 അമ്പലപ്പുഴയിലെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥാപിതമായി. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രം വിജ്ഞാന കൈരളിയാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രം എന്താണ്? വിജ്ഞാന കൈരളി കേട്ടോ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രത്തിന്റെ പേരെന്താണ്? വിജ്ഞാന കൈരളിയാണ്. മോയിൻകുട്ടി വൈദ്യ സ്മാരകം കൊണ്ടോട്ടിയിൽ സ്ഥാപിതമായി. മോയിൻകുട്ടി വൈദ്യ സ്മാരകം സ്ഥാപിതമായതാണ് കൊണ്ടോട്ടിയിലാണ്. ഈ 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. നെക്സ്റ്റ് ആണ്, മുണ്ടശ്ശേരി സ്മാരകം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് സ്ഥാപിതമായത്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എന്താ തെറ്റുള്ളത്? മുണ്ടശ്ശേരി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ കണ്ടശ്ശാം കടവ് കേട്ടോ. കറക്റ്റ് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കണ്ടശ്ശാം കടവിലാണ് മുണ്ടശ്ശേരി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്? അമ്പലപ്പുഴയിലെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം 1967 അമ്പലപ്പുഴയിലെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥാപിതമായത്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രത്തിന്റെ പേരാണ് വിജ്ഞാന കൈരളി. വിജ്ഞാന കൈരളി. പിന്നെ മോയിൻകുട്ടി വൈദ്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നവിടെയാണ് കൊണ്ടോട്ടി. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് മോയിൻകുട്ടി വൈദ്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, മുണ്ടശ്ശേരി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട. തെറ്റാണ്. കണ്ടശ്ശാം കടവ് കേട്ടോ. കറക്റ്റ് ആൻസർ വരുന്നത് കണ്ടശ്ശാം കടവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദ റിവൈവൽ ഓഫ് ആർട്ട് ഓഫ് കഥകളി ഇൻ കേരള ഇൻ റീസെന്റ് ടൈംസ് വാസ് മെയിൻലി ഡ്യൂ ടു ദ എഫേർട്ട് ഓഫ് വള്ളത്തോൾ നാരായണ മേനോൻ. കറക്റ്റ് ആൻസർ തന്നെ വള്ളത്തോൾ നാരായണ മേനോൻ കേട്ടോ. വള്ളത്തോൾ നാരായണ മേനോന്റെ എഫേർട്ട് കാരണം കേരളത്തില് റീസെന്റ് ആയിട്ട് കഥകളി പ്രശസ്തി ആർജിച്ചത്. നെക്സ്റ്റ് ആണ്, കേരള ലളിതകലാ അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാ? കേരള ലളിതകലാ അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരള ലളിതകലാ അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് മുരളി ചീരോത്ത്. ആരാണ്? കേരള ലളിതകലാ അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ മുരളി ചീരോത്താണ്. താഴെ പറയുന്നവയിലെ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ ഏവ? കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണെന്ന്? സാഹിത്യലോകം. ഓപ്ഷൻസ് വായിക്കാം. സാഹിത്യലോകം, സാഹിത്യ വിമർശനം, സാഹിത്യ ചക്രവാളം, മലയാളം ലിറ്റററി സർവേ. ഏതൊക്കെ വരുന്നത്? കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് സാഹിത്യലോകം. ശരിയാണ്. സാഹിത്യ ചക്രവാളം, മലയാളം ലിറ്റററി സർവേയും ശരിയാണ്. സാഹിത്യലോകം ഉണ്ട്, സാഹിത്യ ചക്രവാളം ഉണ്ട്, മലയാളം ലിറ്റററി സർവേ. കിട്ടുമോ? കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? സാഹിത്യലോകം, സാഹിത്യ ചക്രവാളം,
പിന്നെ മലയാളം ലിറ്റററി സർവേ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം ഏതാണ്? അത് കില. നമ്മൾ പഠിച്ചല്ലേ കില. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് കില. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗദ്ദിക എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിപോഷിപ്പിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തി ആരാ? ഗദ്ദിക എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിപോഷിപ്പിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ് PK കാളൻ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആരറിയോ? കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാനാണ് ഭാർഗവൻ പിള്ള കേട്ടോ. ആരാണ്? ഭാർഗവൻ പിള്ളയാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാനാണ് ഭാർഗവൻ പിള്ള. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തിയാണ്. ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ഇനി ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. തെറ്റായ സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, മലയാളത്തിലെ ആദ്യത്തെ നാട്യശാസ്ത്ര കൃതിയുടെ കർത്താവ് മാത്തൂർ കുഞ്ഞുപിള്ള പണിക്കരാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മലയാളത്തിലെ ആദ്യ ഈ ക്ലാസ് തന്നെ പഠിച്ചോ. മലയാളത്തിലെ ആദ്യ നാട്യശാസ്ത്ര കൃതിയുടെ കർത്താവാണ് മാത്തൂർ കുഞ്ഞിപ്പിള്ള പണിക്കർ. മാത്തൂർ കുഞ്ഞിപ്പിള്ള പണിക്കരാണ് നാട്യശാസ്ത്ര കൃതിയുടെ കർത്താവ്. മാത്തൂർ കുഞ്ഞിപ്പിള്ള പണിക്കരാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഭാഷയിലെ ആദ്യത്തെ വിജ്ഞാനകോശ നിർമ്മാതാവാണ് മാത്യു എം കുഴിവേലി. ഭാഷയിലെ ആദ്യത്തെ വിജ്ഞാനകോശ നിർമ്മാതാവാണ് മാത്യു എം കുഴിവേലി. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഭാഷയിലെ പ്രഥമ സിനിമ പ്രസിദ്ധീകരണത്തിന്റെ പ്രസാധകനും പത്രാധിപരുമാണ് അഭയദേവ്. ഭാഷയിലെ പ്രഥമ സിനിമ പ്രസിദ്ധീകരണത്തിന്റെ പ്രസാധകരും പത്രാധിപരുമാണ് അഭയദേവ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാട്ടോ. നാലാമത്തെ സ്റ്റേറ്റ്മെന്റിന്, കേരള സാഹിത്യ അക്കാദമിയുടെ ഉപാധ്യക്ഷ പദം അലങ്കരിച്ച ആദ്യ വനിതയാണ് തോട്ടക്കാട്ട് ഇക്കാവമ്മ. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാട്ടോ. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാ? കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റാണ് KM പണിക്കർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? KM പണിക്കരാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ഉപാധ്യക്ഷ പദവി അലങ്കരിച്ച ആദ്യ വനിത ആരാണ്? അത് സുഗതകുമാരി കേട്ടോ. നേരത്തെ പറഞ്ഞ ഓപ്ഷൻ ആയിരുന്നു തോട്ടക്കാട്ട് ഇക്കാവമ്മ അല്ല, സുഗതകുമാരിയാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ഉപാധ്യക്ഷ പദവി അലങ്കരിച്ച ആദ്യ വനിത ആരാണ്? സുഗതകുമാരിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആണ് KM പണിക്കർ. KM പണിക്കറാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ്. ബാലഭാസ്കറിനെ പ്രശസ്തനാക്കിയ വാദ്യോപകരണം ഏതാ? ബാലഭാസ്കറിനെ പ്രശസ്തനാക്കിയ വാദ്യോപകരണമാണ് വയലിനാണ്. കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിത ആരാണ്? കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിതയാണ് കലാമണ്ഡലം ദേവകി. ആരാണ്? കലാമണ്ഡലം ദേവകിയാണ്. കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിത ആരാണ്? കലാമണ്ഡലം ദേവകിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമൻ മണക്കാടൻ ഗുരുക്കൾ എന്ന പട്ടം നൽകി ആദരിച്ച തമ്പുരാൻ ആരാണ്? പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആദരിച്ച തമ്പുരാൻ ആരാണ്? അത് ചിറക്കൽ തമ്പുരാനാട്ടോ. ചിറക്കൽ തമ്പുരാനാണ് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആദരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് മാണി മാധവ ചാക്യാർക്ക് അനുയോജ്യമായ മാത്രം കണ്ടെത്തുക. മാണി മാധവ ചാക്യാർക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെട്ടു. ആരാണ്? മാണി മാധവ ചാക്യാർ കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെട്ടു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചു. കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചു. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 1974 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. 1974 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. ആർക്കാണ്? മാണി മാധവ ചാക്യാരനുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ് കേട്ടോ. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്ന് അറിയപ്പെടുന്നത് മാണി മാധവ ചാക്യാരാണ്. കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചു. 1974 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. ഇനി ചത്രവും ചാമരവും എന്ന നിരൂപണ ഗ്രന്ഥവും രചിച്ചു. അത് തെറ്റാണ് കേട്ടോ ആ സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പത്മ സുബ്രഹ്മണ്യം ഏത് നൃത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്മ സുബ്രഹ്മണ്യം ഭരതനാട്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. പത്മ സുബ്രഹ്മണ്യം ഏത് നൃത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഭരതനാട്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കഥകളിക്ക് ആലംബമായിരിക്കുന്ന സാഹിത്യ രൂപത്തിന്റെ പേരെന്താ? കഥകളിക്ക് ആലംബമായിരിക്കുന്ന സാഹിത്യ രൂപത്തിന്റെ പേരാണ് ആട്ടക്കഥ കേട്ടോ. ആട്ടക്കഥയുമായി ബന്ധപ്പെട്ടാണ് കഥകളിക്ക് ആലംബമായിരിക്കുന്ന സാഹിത്യ രൂപതാണ് അത് ആട്ടക്കഥയാണ്.